وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പ്രപഞ്ചവും കോടിക്കണക്കിന് വരുന്ന ഗാലക്സികളും നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സകല ജീവജാലങ്ങളെയും ഓരോ നിമിഷവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ സർവ്വശക്തനായ റബ്ബുൽ ആലമീനായ അള്ളാഹു നമ്മളോട് പറഞ്ഞ വാക്കുകളാണിത്. നബിയെ, എന്റെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും സമീപസ്ഥനാകുന്നു എന്ന് നീ പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. വിശാലമായി പ്രപഞ്ചത്തിലെ ഒരു കടുക് മണിയുടെ മൂല്യം പോലും ഇല്ലാത്ത നമ്മളോടാണ് റബ്ബു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് മരിച്ച് കബറിലുള്ള മയ്യത്തുകളോട് സഹായം ചോദിക്കാൻ തോന്നുന്നത്? ഒന്ന് തല്ലിയാൽ തിരിച്ചു തല്ലാൻ പോലും പറ്റാത്ത, ഒന്ന് ചീത്ത വിളിച്ചാൽ തിരിച്ചൊന്നും പറയാനാവാത്ത, എന്തിന് സ്വന്തം ആയുസ് പോലും ഒന്ന് നീട്ടാൻ പറ്റാത്ത ആളുകളെ വിളിച്ച് സഹായം തേടാൻ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ സാധിക്കുന്നത്? അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹിനെ നിങ്ങൾ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം നമ്മൾ കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. ഇതൊരു കേവല സുന്നി മുജാഹിദ് തർക്കമല്ല. അതൊന്ന് മനസ്സിലാക്കുക. തൗഹീദും ശിർക്കും തമ്മിലുള്ള, നമ്മുടെ സ്വർഗ്ഗം നരകം തമ്മിലുള്ള വിഷയമാണിത്. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും തീരുമാനം എടുക്കുക. ഓരോരുത്തരും തീരുമാനം എടുക്കുക. ഞാൻ അള്ളാഹിനെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കില്ല. അള്ളാഹിനോട് അല്ലാതെ മറ്റൊരാളോട് ഞാൻ സഹായം തേടില്ല. എനിക്ക് എൻ്റെ റബ്ബ് മതിയാകണം.